ഭക്ഷണം ദഹിക്കാത്തവരുണ്ട് 30 വയസ്സിൽ 35 വയസ്സിൽ ഭക്ഷണം ദഹിക്കൂല, ആരോഗ്യം ഉണ്ടാവില്ല. 70 വയസ്സ് 80 വയസ്സായ ആൾക്ക് ആരോഗ്യം ഉണ്ടാവും. 80 വയസ്സായ ആൾക്ക് പുതിയൊരു കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടാവാം. അതേ സമയത്ത് 30 വയസ്സുകാരൻ കുട്ടി ഉണ്ടാവില്ല എന്നാണ് ഇവിടെ ഗീര കഴിഞ്ഞാൽ 2 ആഴ്ച വന്നിട്ടുണ്ട്. എന്താ കാരണം? കാരണം നല്ല ചൊറുക്കുണ്ട് അതിനപ്പുറമില്ല. അതന്നെ കാരണം. 80 വയസ്സായ ആൾക്ക് പുതിയൊരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാക്കാം. 60-ഉം 65-ലും 70-ലും 80-ലൊക്കെ കുട്ടി സ്വാഭാവികമായി ഉണ്ടാക്കാം, കരുത്തുണ്ടാവും ബോഡിക്ക്. അതേസമയത്ത് 25-30 കുട്ടി ഇല്ലാതിരിക്കാം. പെണ്ണിൻ്റെ ഉള്ളിലുള്ളത് ചില ജീനുകളും ചത്തുപോയി, ആണിൻ്റെ ചത്തുപോയി. എന്തുകൊണ്ട്? അതിനെ ഉണർത്തുന്ന ഓജസ് ഉള്ളിലില്ല. 11 ഗുണങ്ങൾ ഇവിടെ ചരകൻ പറയുന്നുണ്ട്. 1 ആയുസ് ഉപയോഗിക്കുക, 2 വർണ്ണം, 3 ബലം, 4 സ്വാസ്ഥ്യം. സ്വാസ്ഥ്യം എന്നാൽ രോഗമില്ലാത്ത അവസ്ഥ, ഉത്സാഹം, നിത്യജീവിതത്തിലെ എല്ലാ കാര്യവും ഉന്മേഷത്തോടുകൂടെ ചെയ്യാനുള്ള താല്പര്യം. പിന്നെ അതായത് കോശങ്ങളുടെയൊക്കെ മാംസപേശികളുടെയും ശരിയായ വളർച്ച, പുഷ്ടി, പ്രഭ, മുഖത്തും ശരീരത്തിനും കാണുന്ന പ്രത്യേക തിളക്കം, ഓജസ്, ശരീരത്തിൻ്റെ പരമമായ ഊർജം, എന്തും ചെറുക്കാനുള്ള കരുത്ത്, തേജസ്, ബുദ്ധിശക്തി, മാനസികമായ അഗ്നേയ, ശരീരത്തിലെ 12 തരം അഗ്നികളും ഉണർന്നു നിൽക്കുന്ന അവസ്ഥ. പിന്നെ ജീവൻ അഥവാ പ്രാണവായു, ഇതെല്ലാം ആ പ്രാണവായു കൃത്യമായി നിൽക്കുക. ഇതെല്ലാം ജഠരാഗ്നി ഹേതുക. 11 കാര്യം ചരക മഹർഷി പറഞ്ഞിട്ട് ആ 11 കാര്യത്തെയും ചരക മഹർഷി കൂട്ടിവെച്ചിട്ടുള്ളത് എങ്ങോട്ടാണ്? ജഠരാഗ്നി ഹേതുക. ഒരാളുടെ ജഠരാഗ്നിയെ കൃത്യമാക്കിയാൽ മാത്രമേ ഈ 11 കാര്യവും നടക്കൂ. അപ്പം നിന്റെ മുഖത്തിൻ്റെ തിളക്കം, നിന്റെ അവയവങ്ങളുടെ കരുത്ത്, നിന്റെ ബലം, ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ജഠരാഗ്നി ഉണർന്നു തന്നെ നിൽക്കണം. അപ്പൊ അതിനെ ഇല്ലാതെയാക്കുന്ന ഒന്നും നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എത്ര പോഷകാഹാരം കഴിച്ചിട്ട് കാര്യമല്ല. പോഷകാഹാരം കഴിക്കുന്നത് നിനക്ക് വിഷയിരിക്കും. എന്തുകൊണ്ട്? ഉണർന്ന ജഠരാഗ്നി ഇല്ലെങ്കിൽ. ഒരു മനുഷ്യൻ ആദ്യം പോഷകം കഴിക്കാനല്ല നോക്കേണ്ടത്, ആദ്യം ദഹന വ്യവസ്ഥയെ കൃത്യാക്കണം, പിന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം, ഉദാഹരണം പറയും, രാത്രി 10 മണി 12 മണി 1 മണി 2 മണി ഈ നേരത്തൊക്കെ ഭക്ഷണം കഴിക്കൽ ഇന്ന് മലയാളിക്ക് സർവ്വസാധാരണ ആണോ? അല്ലേ? എത്ര ഇവിടെ ഈ അരീക്കോട് ഭാഗത്ത് രാത്രി നിങ്ങളൊരു ഏരിയ ഉണ്ട്, അവിടെ നിങ്ങൾ രാത്രി 12 മണി 1 മണി എന്നാലും ഫുള്ളാളായിരിക്കും. കോഴിക്കോട് ബീച്ചിൽ നിങ്ങൾ നട്ടപ്പാതിരൊക്കെ നോക്കി 1 മണി 2 മണി ഫുള്ളാൾ ഭക്ഷണം കൊടുക്കൽ, മുട്ട, ആംപ്ലേറ്റ്, അത് ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാം തീറ്റ കൂട്ടി ഇറച്ചി ബീഫ് എല്ലാം കഴിക്കുക, എല്ലാം തന്നെ കൊടുവള്ളി. എവിടെ മാപ്പിള ഉണ്ടോ ആ മാപ്പിളയുള്ള നാടൊക്കെ നശിച്ചു. മനുഷ്യൻ എന്ന് പറയുന്ന മാപ്പിളാർ, എവിടെ മുസ്ലിം മാപ്പിള വർഗം മലബാറിലുണ്ടോ ആ നാട് നശിച്ചു. കാരണം അവർക്ക് കൃത്യമായ ലൈഫിൻ്റെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ അവരെ മുന്നിലുള്ളവർക്ക് കഴിയുന്നില്ല. അതെത്ര പറഞ്ഞാൽ മതി. ഇതിലൊക്കെ പ്രധാനപ്പെട്ടത് ജനങ്ങളെ ചൂഷണം ചെയ്യൽ പതിവാക്കിയ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ അവർക്ക് കഴിയില്ല. ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ നന്നാവും, പറഞ്ഞു കൊടുക്കൂല. ജനങ്ങളെ എങ്ങനെയെങ്കിലും പിടുങ്ങാൻ പറ്റുമെന്നാണ് ഇപ്പോൾ മുന്നിലുള്ളവർ ആലോചിക്കുന്നത്. പിന്നെ ഡയാലിസിസ് സെൻ്റർ ഉണ്ടാക്കും. ഡയാലിസിസ് സെൻ്റർ ഉണ്ടാക്കിയാലോ ആ പെരീത്ത വോട്ടൊക്കെ വരും കിട്ടും. ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇപ്പം ഉണ്ടാക്കുന്ന പണിയുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പം എല്ലാവർക്കും ഒന്നും ആവശ്യമില്ലെങ്കിൽ എന്താവശ്യമുണ്ട്? ഡയാലിസിസ് സെൻ്റർ ആവശ്യമുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ നേതാക്കുന്നത് വലിയ കാര്യം കൊട്ടിഘോഷിച്ച് നടക്കുക. ഞങ്ങൾ ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, വലിയ കൊട്ടിഘോഷിച്ച് നടക്കുക. ഈ വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ എന്നിട്ട് ഒരു വലിയ കാര്യം ചെയ്യുക, നാട്ടുകാരെ പൈസ പിരിച്ചിട്ട് എന്ത് ഡയാലിസിസ് സെൻ്റർ ഉണ്ടാക്കുക, എന്നിട്ട് ഒരു വലിയ കൂട്ടരായി നടക്കുക. എല്ലാ പേരിലും ഈ ഡയാലിസിസ് സെൻ്റർക്ക് ഈ പോകാതിരിക്കാനുള്ള അവസ്ഥയിൽ എത്തിക്കണ്ടേ ജനങ്ങളെ? വേണോ വേണ്ട പറയും നിങ്ങൾ. അതല്ലേ ചെയ്യേണ്ടത്. എന്താണ് അതിന് ഇവിടുത്തെ നേതാക്കന്മാർ ചെയ്യുന്നത് അത് പറയും. ഈ നേതൃത്വം അത് പണ്ഡിത നേതൃത്വമായാലും അത് അടിസ്ഥാനം ആരോഗ്യമല്ലേ മനുഷ്യന് വേണ്ടത്? എന്താണ് മലയാളിയുടെ അവസ്ഥ? എന്താണ് മലയാളികളുടെ അവസ്ഥ? പറയും, എന്താണ് മലയാളിയുടെ അവസ്ഥ?
എന്താ മലയാളിക്ക് തിന്നിന് ഒരു വ്യവസ്ഥയില്ല. ഇപ്പോൾ ബീഫിനേക്കാൾ കട്ടിയാണ് മറ്റേ ബീഫിൻ്റെ ഉള്ളിലുള്ള സാധനം, എന്താ പറയുക, ബോട്ടി. സാധാരണ കരുത്ത് കൊണ്ട് ബോട്ടിയെ ദഹിപ്പിക്കാൻ കഴിയില്ല. അതായത് അതിൽ ഏറ്റവും ദഹനത്തിന് ബുദ്ധിമുട്ടുള്ള സാധനമാണ് എന്ത്? ബോട്ടി. ഇറച്ചിനെ രാത്രി കഴിക്കാൻ പാടില്ല. കാരണം ഇറച്ചിക്ക് വളരെ ഊർജം ഉണ്ടായാലേ ഇറച്ചി ദഹിക്കുള്ളൂ. ഇറച്ചി രാത്രി കഴിക്കരുത്. അതേ സമയത്ത് ഇന്ന് മലബാറിൽ എവിടെയും രാത്രി കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് എന്ത്? ബോട്ടി. ബോട്ടി ഇറച്ചി മാത്രമല്ല കുട്ടിയെ, ബോട്ടി കഴിക്കുക. എന്താ ബോട്ടി? ഓരോരുത്തരും ഇങ്ങനെ വിഴുങ്ങ. അതായത് സാധാരണ ഇറച്ചി മുറിച്ച് പല്ലുകൊണ്ട് മുറിച്ച് ക്ലിയറാക്കുന്നത് പോലെ എന്തിന് കഴിയില്ല? ബോട്ടിയെ കഴിയില്ല. ബോട്ടി അതായത് 2 മണിക്കൂർ വേവിക്കേണ്ട ഇറച്ചിയാണെങ്കിൽ അത് 4 മണിക്കൂർ വേവിക്കണം. എന്ത്? ബോട്ടി. അത് ഹാഫ് വേവ്. പീടിയിൽ നിന്നൊക്കെ ഈ ജാതി ഗ്യാസിന് വിലയുള്ള കാലത്ത് ബോട്ടി വരും പിന്നെ ദഹനം ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇവൻ ചത്ത അവർക്കുണ്ട് അല്ല, ഇവൻ ചത്താൽ അടുത്ത ആൾ വരും. അവർക്കുണ്ട്. ഈ ബോട്ടി കഴിക്കുക. നട്ടപ്പാതിരെ 1 മണി 2 മണിക്കൊക്കെ ബീച്ചിൽ നിന്ന് ഭാര്യ ഭർത്താവടിയും പോയിട്ട് തന്നെ ബോട്ടിയും കഴിച്ച് പോരുക. അടുത്ത കൊല്ലം ബോട്ടിയൊക്കെ മിക്കവാറും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക് വേറെ തന്നെ നോക്കേണ്ടി ഒരു ബോട്ടി കഴിക്കാത്തവന്, അല്ലെങ്കിൽ പുതിയപ്പളാക്കാൻ അവനെ പറ്റൂല. കാരണം ഓൻ്റെ ഉള്ളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ബോധമില്ല. നല്ല ഉഷാറുണ്ട്, നല്ല ചോർക്കുണ്ട്, നല്ല കുപ്പായം, നല്ല തൊപ്പി, നല്ല തലയൊക്കെ ഇട്ട് ആരോഗ്യമില്ല. ആരോഗ്യത്തിന് വേറെ ആരെങ്കിലും കൊണ്ടുവരും. ഇതാണ് നിലവിലുള്ള അവസ്ഥ. 11 കാര്യങ്ങൾ ഇവിടെ. ആയുർവർണോ എന്താ പറഞ്ഞത്? ബലം, സ്വാസ്ഥ്യം, ഉത്സാഹോപചയോ, പ്രഭാ, ഓജസ്, തേജോഗ്നയ, പ്രാണോശ്ചോക്ത, ജഠരാഗ്നി ഹേതുക. ഇവിടെ 11 കാര്യങ്ങൾ. ആയുസ്, വർണ്ണം, ബലം, സ്വാസ്ഥ്യം, ഉത്സാഹം, ഉപജയം, പ്രഭാ, ഓജസ്, തേജസ്, അഗ്നേയ, പ്രാണ, ഇതെല്ലാം 11 കാര്യങ്ങൾ ഇവിടെ ചരകൻ എണ്ണി. ഈ 11 കാര്യങ്ങളെല്ലാം ജഠരാഗ്നി ഹേതുക. ഇതെല്ലാം ബന്ധപ്പെട്ട് ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? ജഠരാഗ്നിയാണ്. ജഠരാഗ്നി ഉണർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിന്റെ ബോഡിയിൽ ദഹനം കൃത്യമായി നടക്കൂ. അതെങ്കിൽ മാത്രമേ നിന്റെ ആയുസ് നിനക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇത് ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് നല്ലൊരു ആയുർവേദം തിരിയുന്ന ഒരു വൈദ്യർ, പഴയ കാലത്തെ വൈദ്യന്മാർ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരു സമയത്ത് 1990 എൻ്റെ ഓർമ്മ, ഞാനൊരിക്കൽ ഫറോക്കിൽ അഷ്ടവൈദ്യനായ കുട്ടൻ നമ്പീശനെ കാണാൻ പോയി. കുട്ടൻ നമ്പീശനെ കാണുമ്പോൾ എന്താ കാരണം എൻ്റെ വായിൽ പുണ്ണ് വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് പോയത്. റബ്ബിൻ്റെ ഒരു സഹായം, പിന്നെ ആ രോഗം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. റബ്ബിൻ്റെ സഹായം. 1990 ഞാൻ കുട്ടൻ നമ്പീശനെ കാണാൻ പോയി. അങ്ങനെ കുട്ടൻ നമ്പീശനെ പോയി കണ്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ വായിൽ പുണ്ണ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വേഗം, കുട്ടൻ നമ്പീശൻ അഷ്ടവൈദ്യനായിരുന്നു, വലിയൊരു നല്ല വൈദ്യം അറിയുന്ന ഒരു വലിയ മഹാനായ ഒരു പണ്ഡിതനായിരുന്നു കുട്ടൻ നമ്പീശൻ പറഞ്ഞു, മുസ്ലിയാരുട്ടിയുടെ വയറ്റിൽ ദഹനം ഭംഗിയായി നടക്കണില്ല. അത് കാരണം നിങ്ങൾ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കേണ്ട, വീട്ടിൽ നല്ലപോലെ ദഹിപ്പിക്കുന്ന നല്ല വേവിച്ച ഭക്ഷണം കഴിക്കാം. അതും കുറച്ച് കാലം ആവിയിൽ വേവിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി. പത്തിരി വേണ്ട, രാവിലെ പത്തിരി കഴിക്കരുത്, പുട്ട് കഴിക്കുക. കുറച്ച് കാലം നിങ്ങൾ രാവിലെ പത്തിരി കഴിക്കരുത്, പകരം പുട്ട് കഴിച്ചോളൂ. പിന്നെ നിങ്ങൾ മാംസങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്, ഞങ്ങളത് ഉപയോഗിച്ചോളൂ. പക്ഷേ മാംസം ഉപയോഗിക്കുന്നത് നിങ്ങൾ മുസ്ലിങ്ങളാണ്, മാംസം ഉപയോഗിക്കുന്നവരാണ്, അത് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല പോലെ വേവിച്ചിട്ട് ചവച്ചരച്ച് കഴിക്കണം. കുറച്ച് കാലം മരുന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ട. കുട്ടി ഇതൊന്ന് ചെയ്യും 3 മാസം എന്ന് പറഞ്ഞു. 3 മാസം കൊണ്ടും നിങ്ങളുടെ വായിൽ പുണ്ണ് പോയി പൂർണ്ണമായിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടി ഇങ്ങോട്ട് ഒന്നും കൂടി വന്നാൽ മതി. പിന്നെ പോകേണ്ടി വന്നില്ല. ആ ഒരൊറ്റ ഉപദേശം കൊണ്ട് തന്നെ വായപ്പുണ്ണ് എന്ന രോഗം എനിക്കില്ലാതെ. അതിന് കാരണക്കാരൻ ഫറോക്കിലെ കുട്ടൻ നമ്പീശനാണ്.
അതായത് ഒരു നല്ല വൈദ്യരാണത്, നഷ്ടവൈദ്യൻ, വലിയ നല്ല വൈദ്യരാണ്. കുട്ടൻ നമ്പീശൻ്റെ അടുത്ത് ഒരാൾ പുറം വേദനയായിട്ട് ചെന്നൊരു കഥയുണ്ട്. പുറം വേദന കുട്ടൻ നമ്പീശൻ്റെ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു. 40 ദിവസം കുടിക്കാൻ പറഞ്ഞു. 40 ദിവസം കുടിച്ചിട്ട് പുറം വേദന മാറിയില്ല. പിന്നെ ചെന്നു, അപ്പോൾ പറഞ്ഞു പുറം വേദന മരുന്ന് അത് തന്നെയാണ്, ഒന്നും കൂടി കുടിച്ചോളൂ പറഞ്ഞു. ഒന്നും കൂടി 40 ദിവസം കുടിച്ചു, പുറം വേദന മാറിയില്ല. അപ്പോൾ പറഞ്ഞു നിനക്ക് തോന്നുമായിരിക്കും നിനക്ക് അങ്ങനെ പുറം വേദന ഒന്നും ഉണ്ടാവില്ല, അല്ല പുറം വേദന ഉണ്ടാറും. അപ്പോൾ കുട്ടൻ ചോദിച്ചു എന്തിലാ കിടക്കണതെന്ന്. ഒരു പടിമല കിടക്കുന്ന എന്നാ പടിയുടെ ഒരു കഷ്ണം കൊണ്ട് മുറിച്ചുകൊണ്ടിരുന്നു. പടിയുടെ ഒരു കഷ്ണം മുറിച്ചുകൊണ്ട് കൊടുത്തു കുട്ടൻ നമ്പീശൻ്റെ കയ്യിൽ. അപ്പൊ കുട്ടൻ നമ്പീശ ഓതി ഇങ്ങനെ നോക്കി, ഒന്ന് വാസൻ നോക്കി, ഇത് ചേരല്ലടൂ, ചേരുമ്പോൾ കിടന്നാൽ ആർക്കടോ പുറംവേദന ഉണ്ടാവാതിരിക്കുക, പടി അങ്ങോട്ട് മാറ്റിക്കോളൂ കഴിഞ്ഞു. പിന്നെ പുറംവേദന ഉണ്ടായില്ല. അല്ല അതൊക്കെ പഴയ കാലത്തെ വൈദ്യന്മാരാ. അവർ ഈ കണ്ട ഈ ഗുളികയൊക്കെ കയറ്റി കൊടുക്കൂല, ഗുളികയില്ലല്ലോ അവർക്ക്. എന്താണ് അവരൊക്കെ മരിച്ചുപോയത് കൊണ്ട് സമൂഹത്തിന് വന്ന നഷ്ടം എത്രയാ. കുട്ടൻ നമ്പീശനെ പോലത്തെ ഒരാൾ ലോകാവസാനം വരെ ജീവിക്കേണ്ട ആളാണ്. ആ സമൂഹത്തിൻ്റെ ഗുണം ഞാൻ ഉദാഹരണം പറയാം. അത്തരം മനുഷ്യന്മാർ, അവർ ഏത് ജാതി ഏത് മതം എന്തതൊക്കെ എത്രയാണ്, അവരൊക്കെ നന്മ നിറഞ്ഞ മനസ്സ്. ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് ഒരു മുസ്ലിം ഒരു പൈസയും വാങ്ങിയതും ഇല്ല, ഒറ്റ പൈസയും വാങ്ങിയില്ല. ഞാൻ ഇപ്പോൾ ഒരു മുസ്ലിം കുട്ടിയല്ലേ, കുട്ടൻ നമ്പീശനെ കാണാൻ പോയിട്ട് ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല. 3 മാസം പുട്ട് കഴിച്ചോളൂ, ദഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ നല്ല പോലെ വീട്ടിലുണ്ടാക്കി നല്ല പോലെ വേവിച്ച് നല്ല പോലെ ചവച്ചരച്ച് കഴിച്ചോളൂ. 3 മാസം അങ്ങനെ ചെയ്തിട്ടും വീണ്ടും പുണ്ണ് വരികയാണെങ്കിൽ കുട്ടീൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയെന്ന് പറഞ്ഞു. പിന്നെ പോകേണ്ടി വന്നില്ല. എന്തുകൊണ്ട് ദഹനം ശരിയായാൽ ഇത്തരം രോഗങ്ങളൊക്കെ ഇല്ലാതോ. അപ്പോൾ എന്താ ശരിയാക്കേണ്ടത്? ദഹനം ശരിയാക്കണം, ദഹനം ക്ലിയർ ആക്കണം. അപ്പോൾ 11 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമ്മൾ എത്ര നല്ല പോഷകാഹാരം കഴിച്ചാലും അത് ദഹിപ്പിക്കാൻ ശരീരത്തിന് ശേഷിയില്ലെങ്കിൽ, അഥവാ ജഠരാഗ്നിയല്ല മന്ദാഗ്നിയാണ് ബോഡിയിലുള്ളതെങ്കിൽ ആ ആഹാരം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. എന്നല്ല, അത് ശരീരത്തിൽ ആമമായി കിടക്കും. ആമം എന്നാൽ വിഷാംശം. ആമം സമം വിഷാംശം. അത് ആമാശയത്തിൽ എന്തായി കിടക്കും? വിഷമായി കിടക്കും. അത് രോഗങ്ങൾ ഉണ്ടാക്കും. അതേ സമയത്ത് നമ്മുടെ ദഹനാഗ്നി ശക്തമാണെങ്കിലോ അത് ഭക്ഷണത്തെ കൃത്യമായി ദഹിപ്പിക്കും. ദഹനാഗ്നി കൃത്യമായി നിൽക്കണമെങ്കിൽ എന്ത് വേണം? അനവസരത്തിൽ ഭക്ഷണം കഴിക്കരുത്, ദഹിക്കാത്തത് വിഴുങ്ങരുത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്വഭാവമുണ്ട്, എന്തെന്നറിയോ? ഒരു ഇറച്ചി കഷ്ണം വായിലിട്ട് കുറേ ചവച്ചു. നാവിനും പല്ലിനും അതങ്ങോട്ട് ചേരുന്നില്ലെങ്കിൽ അതങ്ങോട്ട് പിന്നെ അടുത്ത പരിപാടി എന്താ? കഴിഞ്ഞു, കഥ കഴിഞ്ഞു. എത്ര പോകണം? എൻ്റെ ഈ കരുത്തുള്ള പല്ലിന് കഴിയാത്ത ഒരു ദഹിപ്പിക്കൽ എങ്ങനെ ആമാശയത്തിന് കഴിയാം? ഇതാ പറയാ, കണ്ടത് മുഴുവനും വയറ്റ് കയറ്റരുത്. അനവസരത്തിൽ ആമാശയത്തിലെ ജഠരാഗ്നി ഉറങ്ങിയ ഒരു നേരത്ത് കയറ്റി വിടരുത്. അന്ന് പച്ചവെള്ളം കുടിച്ചാൽ മതി. എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്താ ഒരു പരിപാടി കൊയ്യാൻ അങ്ങനെ പറഞ്ഞാൽ? അവിടുത്തെ ബീഫും അവിടുത്തെ മട്ടനും മട്ടൻ ബിരിയാണിയും കാണുമ്പോഴത്തിന് അത് കാണരുത്, അത് കാണുന്നേ വേണ്ട. ആ ഭാഗത്തേക്ക് പോകരുത്. മനുഷ്യൻ്റെ സ്വഭാവമുണ്ട്, ഭക്ഷണം കണ്ടാൽ കഴിച്ചു സ്വഭാവ, ആ ഭാഗത്തേക്ക് പോകരുത്. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ എല്ലാം ശരിയാവും. ദഹന അഗ്നി ശക്തമാണെങ്കിൽ ഭക്ഷണത്തെ കൃത്യമായി ദഹിപ്പിച്ച് രക്തവും മാംസവും ഓജസ്സായി മാറ്റി അത് എന്ത് ചെയ്യുന്നറിയോ? ഈ 11 ഗുണങ്ങളും, രക്തം ഭംഗിയാവും, മാംസം അതിൻ്റെ കൃത്യതയിലാവും, അനാവശ്യമായ ഒരു ആമവും ശരീരത്തിൽ കിടക്കൂല, 11 ഗുണങ്ങളും ഉള്ളിലുണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥ ക്ലിയറാക്കണം. ഇതാ അഷ്ടാംഗ ഹൃദയത്തിൽ ഉള്ള വാക്പടൻ്റെ ഒരു വാക്ക്. രോഗാഹ സർവേടപി മന്ദേടഗ്നൗ സുതരാമുദരാണിതു മലസഞ്ചയ തോടത്യാ
ശതാമദോഷാച്ച ജായതേ. അഷ്ടാംഗ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇവിടെയുണ്ട്. എന്താ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? രോഗാ സർവേപി മന്ദേ അഗ്നോ. ലോകത്തുള്ള എല്ലാ രോഗങ്ങളും, വാഗ്ഭടാനന്ദ സ്വാമികൾ പറയാണ്, ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് ജഡരാഗ്നി ഇല്ലാതെയായി നിന്റെ ബോഡിയിൽ മന്ദാഗ്നിയാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ടാണ്. ജഡരാഗ്നി ഉണ്ടെങ്കിൽ പ്രതിരോധ ശക്തി കൂടും, ഒരിക്കലും രോഗം ഉണ്ടാവില്ല. ഇനി ഉണ്ടായി തന്നെ ഒരു ദിവസം 2 ദിവസം ജലദോഷം പിടിച്ചു പോയി, പിന്നെ പ്രതികൂല. നമ്മൾ എന്താ വീണ്ടും പിന്നെ ഒരു സ്വഭാവമുണ്ട്. ഉദാഹരണം, രോഗമുള്ള കാലത്തും ഭക്ഷണം കഴിക്കും. രോഗമുള്ള കാലത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ലോകത്തൊരു ജീവിയും രോഗിയാണോ ഭക്ഷണം കഴിക്കില്ല. അപ്പം നിങ്ങൾ കോഴി ചെനക്കി പെറുക്കി തിന്നുകൊണ്ടേ നടക്കും. അതേ സമയത്ത് കോഴി വസന്ത എന്നൊരു രോഗമുണ്ട്. അതായത് അതിൻ്റെ ചിറകൊക്കെ ഇങ്ങനെ തൂങ്ങി അങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ നിൽക്കും. കണ്ടിട്ടില്ലേ അങ്ങനത്തെ? ഈ കോഴിക്ക് എന്ത് കൊടുത്താലും തിന്നൂല, വെള്ളം കൊടുത്താൽ കുടിക്കൂല. അപ്പം പടച്ച തമ്പുരാൻ അതിൻ്റെ മനസ്സിൽ കൊടുത്തൊരു തൂഫിയൊക്കെ നിങ്ങൾ നോക്കി. മനസ്സിലായില്ല? ഡ്രൈ ഫാസ്റ്റിങ്, അതിന് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയാം. ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണവും ഇല്ല വെള്ളമില്ല, അതിനാണ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയാം. നോക്കി, ആ ജീവിയെ കണ്ട് നമ്മൾ പഠിച്ചില്ല. 2-3 ദിവസം കൊണ്ട് അത് പിക്കപ്പാവും. പിന്നെ ചെറിയ വെള്ളം കുടിച്ച് 1-2 മണി കൊത്തി അവിടെ തന്നെ പിന്നെയും കടന്ന് പിന്നെ അങ്ങനെ പിക്കപ്പാവും. അത് ലോകത്തുള്ള സിംഹമടക്കം, സിംഹം രോഗിയാണെങ്കിൽ അങ്ങനെ കിടക്കും, ഗുഹയെ കിടക്കും, പുറത്തേക്ക് ആടൂല. ലോകത്ത് ഒരു ജീവിയും രോഗമാണെങ്കിൽ ഭക്ഷണം കഴിക്കൂല. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പടച്ച നമ്പുരാൻ ആ സമയത്ത് നമുക്കൊരു നാവിനൊരു കഴിവ് തരും. എന്ത്? നാവിനൊരു അടയാളം തരും, ഒരു കയ്പ്. നല്ല പനി പനിച്ച് രോഗം വന്ന നാവിന് എന്തുണ്ടാവും? കയ്പ്. എന്താ അതിൻ്റെ അർത്ഥം? പഹയ, തിന്നണ്ട. അതല്ലേ അതിൻ്റെ അർത്ഥം? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അച്ചാറ് കൂടി തിന്നും. പെരേന്ന് പെണ്ണുങ്ങൾ പറയും കുറച്ച് അച്ചാർ കൂടി. ലോകത്തൊരു ജീവിക്കും അല്ലാഹു തആല അച്ചാർ കൊടുത്തില്ല. അത് നല്ലൊരു കാര്യം. അച്ചാർ ഏതായാലും മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതന്നെ രോഗാഹ സർവേടപി മന്ദേടഗ്നൗ സുതരാമുദരാണിതു മനസഞ്ജയ തോടത്യാ ശതാ മദോഷാച്ച ജായതേ. എന്താ പറഞ്ഞു? രോഗാഹ സർവേപി മന്ദേഗ്നൗ എന്ന്. ലോകത്തിലുള്ള എല്ലാ രോഗങ്ങളും മന്ദാഗ്നി കൊണ്ട്, ജഡരാഗ്നിക്ക് പകരം ബോഡിയിൽ മന്ദാഗ്നി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. മന്ദഗതിയിലുള്ള ദഹനപ്രക്രിയ അഥവാ ദഹനക്കുറവ്, ഇതാണ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം. മന്ദഗതിയിലുള്ള ദഹനപ്രക്രിയ, അതായത് ദഹന വ്യവസ്ഥ കൃത്യമായി നടക്കാതിരിക്കൽ കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. വാഗ്ഭട സ്വാമികൾ ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് അഷ്ടാംഗ ഹൃദയം. ഇത് നമ്മുടെ ഭാരതീയ ആചാര്യനാണ്. ഇവിടെ ലോകത്ത് ആയുർവേദം എന്നൊരു മഹത്തായ കരുത്ത് ലോകത്തിന് സംഭാവന ചെയ്ത് നമ്മുടെ ഭാരതമാണ്. ലോകത്ത് ആരോഗ്യം വിതരണം ചെയ്ത രാജ്യമാണ്. ആ നാട്ടിൽ ജീവിക്കണം, നമുക്ക് ആരോഗ്യമില്ലാതെ പറഞ്ഞു. എത്ര വലിയ ഒരു വിരുദ്ധതയാണത്. ചിന്തിക്ക്. സുതരാം ഉദരാണിതു, പ്രത്യേകിച്ച് വയറിനെ ബാധിക്കുന്ന മഹോദരം, ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ എല്ലാ ഉദര രോഗങ്ങളും ദഹനക്കുറവിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ ഗ്യാസ് ഉണ്ടാകാൻ കാരണം എന്താ? ദഹനക്കുറവ്. അസിഡിറ്റി എന്താ കാരണം? മനസ്സിലായില്ലേ? എന്താ കാരണം? ദഹനക്കുറവ്. കണ്ടതൊക്കെ വലിച്ചു കയറ്റി. അങ്ങനെ പല ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു വേറെ രോഗം ഉണ്ടല്ലോ. എന്താ പറയുക? യൂറിക് ആസിഡ്. തൊട്ടാൻ പറ്റൂല, ബോഡി തൊട്ട വേദനയോ. എന്താ കാരണം? കണ്ടമാനം ഒരു കാലത്ത് ഭക്ഷണം കഴിച്ചു. ഇറച്ചിയും ചോറും നെയ്ച്ചോറും ഭാര്യരിച്ച് തിന്നു. രാത്രിയും പകലും കണക്കില്ലാതെ തിന്നു. ഭക്ഷണത്തിന് രോഗങ്ങളൊക്കെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ വളരെ ചിന്തിക്കണം. ഇതൊക്കെ തമാശ പറയല്ല. വലിയ ഇത്തരം രോഗങ്ങൾ, അസിഡിറ്റി, ഇതെല്ലാം അതിൻ്റെ കാരണം എന്താണ്? ദഹനക്കുറവ്. അത് തന്നെ.
മലസഞ്ചയതോ, ദഹനം കൃത്യമല്ലാതെ വരുമ്പോൾ കുടലിലെ മാലിന്യങ്ങൾ പുറത്തു പോകാതെ കുടലിൽ അടിഞ്ഞുകൂടും. ഇത് ശരീരത്തെ വിഷലിപ്തമാക്കും. അത്യാശാദ്, വിശപ്പില്ലെങ്കിലും വീണ്ടും വീണ്ടും അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം, ഇതൊക്കെ രോഗം വരുത്തിയത്. മനസ്സിലായില്ല എന്താ പറഞ്ഞത്? ഇസ്രാഫ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇസ്രാഫ് ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇസ്രാഫിന് കൂത്തിൽ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അൽ അക്ലു ബഅദൽ അക്ലി, ഒരു തീറ്റയ്ക്ക് ശേഷം തീറ്റ, ഇത് ഇസ്രാഫാണ്, ഇത് ഹറാമുമാണ്. ഉദാഹരണം പറയാം, നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ട് നിറഞ്ഞിട്ട് എണീറ്റിട്ട് പിന്നെ നമ്മൾ അപ്പുറത്ത് നിന്ന് ഫ്രൂട്ട്സ് പിന്നെ തിന്നു. ഭക്ഷണം കഴിച്ച് എണീറ്റു, എന്നിട്ട് പിന്നെ ഇല്ലേ അപ്പുറത്ത് മാറിയത് പിന്നെ പള്ള നിറച്ച് ഫ്രൂട്ട്സ് തിന്നു, പിന്നെ പുഡിങ് അത് ഇതൊക്കെ തിന്നു. ഇതൊറ്റക്ക് തിന്നാണെങ്കിൽ ഇതിനെ വയറ് അറിയും. ഇപ്പം എന്ത് കഴിഞ്ഞ് വന്നു, വയറ് നിറച്ച് വന്നിട്ടാണ് പിന്നെ ഇത് കഴിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ ഒരു ഭക്ഷണം കഴിക്കുക ദഹനപ്രക്രിയ നശിപ്പിക്കും. അതായത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജഡരാറ്റി കൊണ്ടുവരാൻ കഴിയില്ല. മനസ്സിലായില്ല? കഴിയൂല. കാവ നല്ലതാണ് കുടിക്കുക. പക്ഷെ എന്ത് വേണമെന്നറിയോ, ഇതൊക്കെ ഒന്ന് ഉള്ളിൽ പാസ് ചെയ്യുന്നൊരു അവസ്ഥ ഭക്ഷണത്തിന് കൊടുക്കണം. കാവ നല്ലതാണ്. കാവപ്പൊടിയിൽ നിന്ന് നല്ല തിളപ്പിച്ച് കാവ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. കാവപ്പൊടി നല്ലതാണ്. കാവപ്പൊടി നല്ലതാണ്. ഈത്തപ്പനക്കുരു ഉണ്ടല്ലോ, ഈത്തപ്പനക്കുരു പൊടിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ചായ ആക്കി കഴിക്കുക, ചായക്ക് പകരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് രോഗങ്ങൾ ഇല്ലാതെയാവും. പക്ഷെ എന്താവണമെന്ന് ബോഡി ഒരു സുലുസുല്ലി ത്വാമിഹി, 1/3 മാത്രമേ എന്ത് കയറ്റാവൂ, ഭക്ഷണം കയറ്റാവൂ. ഭക്ഷണം നിറഞ്ഞ ചാക്ക് പോലെ. ഇപ്പോൾ ഒരു ചാക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കെട്ടാൻ വരെ സ്ഥലമില്ലല്ലോ. പിന്നെ നമ്മൾ കെട്ടണമെങ്കിൽ എന്ത് വേണം, കുറച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കണം, അല്ലാതെ എങ്ങനെ കിട്ടുക? ഇന്നിപ്പോൾ നമ്മളെ അവസ്ഥ അതാണ്. ചാക്കിൻ്റെ നമ്മളെ വയറ്റിനെ ദഹിപ്പിക്കണമെങ്കിൽ, അതുകൊണ്ട് ഞാൻ അടുത്ത പണിയെടുക്കണമെങ്കിൽ കഴിച്ച് കുറച്ച് പുറത്താക്കണം. ഈ രീതികൾ, ഇതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അത്യാശാദി എന്ന വാക്കിന്, അത്യാശതത്വം എന്ന വാക്കിന് എന്താ സംസ്കൃതത്തിൽ അർത്ഥം? വിശപ്പില്ലെങ്കിലും വീണ്ടും വീണ്ടും അമിതമായി ആഹാരം കഴിക്കുന്ന ശീലത്തിനാണ് അത്യാശാദ എന്ന അവസ്ഥ പറയാം. അത്യാശത. ദോഷാച്ച ജായതേ, കൃത്യമായി ദഹിക്കാത്ത ഭക്ഷണം വയറ്റിൽ കിടന്ന് എന്താവും? അത് ആമം, അതായത് ടോക്സിൻസ്, അതായത് വിഷാംശമായി മാറും. അത് ശരീരത്തിൽ വിഷാംശമായി മാറും. ഈ വിഷാംശം ശരീരത്തിലെ കോശങ്ങളിൽ വ്യാപിക്കുന്നതിലൂടെയാണ് ജായതേ ശരീരത്തിൽ ഇത്തരം ദോഷങ്ങൾ, ഇത്തരം എന്താ പറയുക, ജഡരാഗ്നിയേക്ക് ഉണരാൻ കഴിയാതെ മന്ദാഗ്നി മാത്രം നിന്റെ ബോഡിയിൽ നിലനിൽക്കും. അന്നേരക്കൊരു കൃത്യമായ ദഹന വ്യവസ്ഥ ഉണ്ടാകൂല. ഈ അമിതമായ ഭക്ഷണം കഴിക്കൽ, അനവസരത്തിലെ ഭക്ഷണം കഴിക്കൽ, ഇത് നിന്റെ ജഡരാഗ്നിക്ക് അവിടെ ഉണരാൻ കഴിയില്ല. ജഡരാഗ്നിക്ക് ഉത്സാഹം ഉണ്ടാവും എപ്പോൾ കുറഞ്ഞ ഭക്ഷണം കഴിച്ചത്. അത് നബി പറഞ്ഞ ഭക്ഷണം, സുല്ലി തഅമിഹി, 3/2 വയറിൽ ഭക്ഷണം. സുല്ലി ഷറാബിഹി, 3/2 എന്ത്? വെള്ളം. സുല്ലി നഫസിഹി, ശരീരത്തിന് ഇവിടെ ഇനി അതിന് ശ്വാസോച്ഛ്വാസത്തിന് വായു ഉള്ളിൽ കടന്ന് കയറിപ്പോകാനുള്ള ഒരു വിടവ അവിടെ വേണം. ഈ വായു മനസ്സിലായില്ലേ? വായു വലിയ ബന്ധാണ്. എന്താ അതിരാവിലെ മൂക്ക് എമ്പാടും ചീറ്റിക്കളയാന്ന് പറഞ്ഞത്. എപ്പോഴും എന്ത് ശരിയാക്കിയിടണം? മൂക്ക്, ശ്വാസോച്ഛ്വാസം. ഇപ്പം ഇവിടെ നിറഞ്ഞാൽ ശ്വാസം മുട്ടും. മനസ്സിലായില്ല? വയറ് നിറഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? ശ്വാസം മുട്ടും. എന്തുകൊണ്ട്? ശ്വാസത്തിന് അങ്ങോട്ട് ഉള്ളിൽ കയറാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ശ്വാസം മുട്ടും. ചില ആളുകളുണ്ടല്ലോ ശ്വാസം മുട്ടിയാൽ തിന്നും. വായുവിന് ഉള്ളിൽ കയറാൻ സ്പേസ് ഇല്ല. അവിടെ റസൂൽ പറഞ്ഞ വാക്ക് എത്ര ഗൗരവമാണ്. സുലുസുല്ലി ത്വാമിഹി വസുലുസുല്ലി ഷറാബിഹി വസുലുസുല്ലി നഫസിഹി. വയറിനെ 3ആക്കി ഭാഗിക്കണം. 1/3, 1/3 ഭക്ഷണം, 1/3 വെള്ളം,
ബാക്കി അവിടെ ബ്ലാങ്കായി കിടക്കണം. എന്ത്? ആ ബ്ലാങ്കായി കിടക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം കൃത്യം എന്തുണ്ടാവില്ല, ശ്വാസം മുട്ടുണ്ടാവില്ല. വയസ്സ് എന്നൊരു സംഗതി ഇല്ല. എന്ത് വയസ്സ്? ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ എത്ര വൃത്തിയ. രാവിലെ ഇത് നല്ല പോലെ ചീറ്റണം. അതെ, പരമാവധി എന്നതിൻ്റെ അർത്ഥത്തിൽ. അതെ, പരമാവധി കഴിക്കുകയാണെങ്കിൽ 1/3 ഭാഗത്തിലെത്താം. അതേ നബി തന്നെ മറ്റൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബുനു ആദമ ലുഖൈമാത്ത്. 1-2 ചെറിയ ഉരുളയുണ്ടും മനുഷ്യന് ഭംഗിയായ ആരോഗ്യത്തിൽ ജീവിക്കാൻ കഴിയും. യുഖിംന സുൽബഹു, നടുനിവർത്തി നിൽക്കാൻ കുഞ്ഞുരുളകൾ കിട്ടിയാൽ മതിയാവും. 1 2 3 4 കുഞ്ഞുരുള കിട്ടിയാൽ തന്നെ നടുവിന് നിവരാൻ കഴിയും. നട്ടല് നേരെ നിൽക്കും. മതി. പരമാവധി പോയാലാണ് എത്ര? 1/3. ഇതിപ്പം ശ്വാസം മുട്ടുക, തിന്നാൻ വയ്യ. അപ്പം ഇതൊക്കെ തന്നെ. അപ്പം ഇവിടെ എല്ലാ മഹാന്മാരും പറഞ്ഞത് ഒന്നാ. ഇപ്പം വാഗ്ഭടാനന്ദ സ്വാമികൾ പറഞ്ഞതും ചരകശഹർ മഹർഷി പറഞ്ഞതും അപ്പുറത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെല്ലാം ഒന്നാണ്. എല്ലാ മതത്തിനും പുണ്യപുരുഷന്മാർ ആരോഗ്യത്തെ പറഞ്ഞത് ഒറ്റ കാര്യമാണ്. അതിൽ മതമല്ല, ഒന്നുമില്ല. അതെല്ലാ മതത്തിനും അതീതമാണ്. ആരോഗ്യം ശ്രദ്ധിച്ചു. കാരണം നിന്റെ ആരോഗ്യം ഇല്ലെങ്കിൽ നീ എന്തിന്? ആരോഗ്യം ഇല്ലെങ്കിൽ, ഓജസ് ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ? എന്താ നിനക്ക് കഴിയുക? ഒന്നും നിനക്ക് കഴിയില്ല. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ. ഇതിൻ്റെ 2ാം ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയും. ആയുർവേദ പ്രകാരം നല്ല ദഹനം, നല്ല പ്രോപ്പർ ഡൈജഷൻ കൈവരിക്കുക എന്ന ശരീരത്തിൽ ജഠരാഗ്നി ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയും. മനുഷ്യൻ്റെ ആ ജഠരാഗ്നിയെ മികച്ച രീതിയിൽ നിലനിർത്തുന്നതിനുള്ളിലാണ് സാധ്യമാകുന്നത്. അഗ്നി ശരിയാണെങ്കിൽ, ജഠരാഗ്നി ശരിയാണെങ്കിൽ ഒരു രോഗമില്ലാതെ ജീവിക്കാൻ കഴിയും. പിന്നെ അവിടെ വയസ്സിൻ്റെ കണക്കേ ഇല്ല. നിനക്ക് 80 വയസ്സിലും കുട്ടിയുണ്ടാവും, 90 വയസ്സിലും കുട്ടിയുണ്ടാവും. വയസ്സെത്തിയിട്ടല്ലേ മാനവ സമൂഹത്തിൻ്റെ 2ാമത്തെ പിതാവായ സയ്യിദുന ഇബ്രാഹിം എത്ര വയസ്സിലാണ് കുട്ടിയുണ്ടായത്? ഇന്ന് 30 വയസ്സിന് കുട്ടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ കൃത്യമല്ല. അത് ഓജസ്സില്ല, കരുത്തില്ല. പെണ്ണിന് അവനെ വേണ്ട, പെണ്ണിന് ആണിനെ വേണ്ട. പെണ്ണ് വേറൊരുത്തിന് പോയി 2, 3, 4 കുട്ടികളായിട്ട് പലവട്ടം ഇവിടെ വന്ന ഒരു സഹോദരി ഞാൻ അപേക്ഷിച്ച് നോക്കി. കുട്ടി 2, 3 കുട്ടികളില്ലേ, ഒന്ന് ഒതുങ്ങ്. അപ്പോൾ മറു ഉസ്താദേ അത് ശരിയാവില്ല. എന്തോ ഓർത്തൊരു പിന്നെയും പറഞ്ഞത് ശരിയാവില്ല ഉസ്താദേ, അത് ശരിയാവില്ല. എന്തുകൊണ്ട്? ഇവനെ കിട്ടിയിട്ട് ഓൾക്ക് കാര്യമില്ല. വല്യമ്മ ചാടിപ്പോയി. എങ്ങനെ? എന്താ പറഞ്ഞേ? ഒരു വല്യമ്മ. വല്യമ്മ പറഞ്ഞാൽ വല്യമ്മ പറഞ്ഞ പേരക്കുട്ടി ഉണ്ടെന്നല്ലേ അർത്ഥം. അത്ര അതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണ. 40, 45, 50 വയസ്സായ പെണ്ണുങ്ങൾ ചാടിപ്പോണ പെണ്ണുങ്ങളില്ലേ, അവർക്കൊക്കെ പേരക്കുട്ടികളുണ്ടാവുമല്ലോ. വല്യമ്മ ചാടിപ്പോയി എന്നാണ് ഇപ്പോൾ സാധിക്ക് പറഞ്ഞത്. പോകുന്നു. വല്യമ്മക്ക് വല്യമ്മാൻ്റെ ജീവിതത്തിൽ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? വല്യപ്പാക്കാനി വയ്യ. എന്താ കാരണം? തീറ്റ കിട്ടും. ഇത് നിറച്ചു, ഇത് കിൻഡൽ ചാക്ക് നിറക്കും പോലെ എന്താണ് നിറച്ചു. ഇതാണ് നിറച്ച ആരോഗ്യം ഉണ്ടാവും എന്നാണ് ഈ വിഡ്ഢിയായ മാപ്പിള മനസ്സിലാക്കിയത്. ഇപ്പം എല്ലാവരും കണക്കാ. രാത്രി ഒരു 8 മണിക്ക്, പഴയ കാലത്ത് ഒരു ചായ കിട്ടൂല. ഒരു 6, 7 മണി കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പീടി വെച്ച്, സത്യമല്ലേ, ഒരു ചായ ഇട്ടില്ല. എന്തുകൊണ്ട്? വൈകുന്നേരം എടുത്തു പോവും. ഇന്ന് നേരം വെളുക്കുന്നവരെ കട തുറന്നിരിക്കുക. നേരം വെളുത്ത ചായ കിട്ടൂല. സത്യമല്ലേ? രാവിലെ പോയ രാവിലെ ഒരു ചായ കിട്ടൂല. എന്തുകൊണ്ട്? രാത്രി 2 മണി 3 മണി വരെ തുറന്നിരിക്കുന്ന പീടി രാവിലെ ഒന്ന് കൂട്ടുമല്ലോ. നേരെ അട്ടിമറിഞ്ഞു. അതുകൊണ്ട് ജഠരാഗ്നി ഉണർന്ന ബോഡി ഇല്ല. വയസ്സ് എന്നൊരു സംഗതി ഇല്ല. സത്യം പറഞ്ഞു, വയസ്സില്ല. എന്ത് വയസ്സ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എത്ര വയസ്സെന്നാലും എന്താ? നിനക്ക് നിന്റെ ബോഡിക്ക് യഥാർത്ഥമായി ആ കരുത്തുണ്ടെങ്കിൽ എന്താ? ദഹനപ്രക്രിയ നേരാണെങ്കിൽ ഒരു മനുഷ്യൻ ആരോഗ്യം ഉണ്ടാവും. ദഹനപ്രക്രിയ നേരെയാക്കണം. അതാണ് ജഠരാഗ്നി എന്ന് പറയാം. മനസ്സിലായില്ലേ?
ഈ ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉള്ളിൽ കിട്ടുന്നതിനെ ദഹിപ്പിക്കാനുള്ള കരുത്തുള്ള അഗ്നി. അത് നിൻ്റെ ബോഡിയിൽ നിന്നാണ് പോയിട്ട് അതിന് പകരം മന്ദാഗ്നിയാണ് നിൻ്റെ ബോഡിയിലുള്ളതെങ്കിൽ വേസ്റ്റുകൾ കെട്ടിക്കിടക്കും. അത് ആമമായി ടോക്സിൻസ് ആമമായി വിഷാംശമായി നിൻ്റെ ബോഡി കിടക്കും. അത് നിൻ്റെ എല്ലാ രോഗങ്ങളും വരുത്തും. ഗ്യാസ്, ആസിഡിറ്റി, ആ മലബന്ധം. ഇങ്ങനെ മലബന്ധം ഉണ്ടായാൽ തന്നെ ഒക്കെ കഴിഞ്ഞു. ഒരാൾക്ക് മലബന്ധം ഉണ്ടായാൽ മലം കൃത്യമായി പോകുന്നില്ലെങ്കിൽ അവന് എല്ലാ രോഗവും ഉണ്ടാവും. അത് കൃത്യമാകണം. അപ്പം ഈ അനവസരത്തിലുള്ള ഭക്ഷണം കഴിക്കൽ, അമിതമായ ഭക്ഷണം കഴിക്കൽ, ഇതിനൊക്കെ മലയാളി മാറാതെ മലയാളിക്ക് യാതൊരു കാരണവശാലും ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയില്ല. ബാക്കി നെക്സ്റ്റ് ക്ലാസ് ഇത് കേട്ട ആളുകൾ ഇത് 2ാം ഭാഗം പറയുന്നത് കേൾക്കണേ. ഇത് 12ാമത്തെ ക്ലാസ്സാണ്. ആരോഗ്യത്തിൻ്റെ 13ാമത്തെ ക്ലാസ്സിൽ ബാക്കി നിർബന്ധമായും കേൾക്കണം എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കണം. ഇതിൻ്റെ 2ാം ഭാഗമുണ്ട്. അതായത് ജഠരാഗ്നിയെ നിലനിർത്താൻ ആവശ്യമായ ശൈലി, ജീവിതശൈലി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന. ഇനി ജഠരാഗ്നി പോയി മന്ദാഗ്നിയായിട്ടില്ലെങ്കിൽ വീണ്ടും അതിനെ ജഠരാഗ്നിയാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ചില വഴികളുണ്ട്. അതും ഞാൻ പറഞ്ഞുതരാം, അടുത്ത ക്ലാസ് പറഞ്ഞുതരും. ഇൻഷാ അല്ലാഹ് കേൾക്കണം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد والآل والصحابة وسلم وصل على جميع റബ്ബിൽ ആലമീൻ. എനിക്ക് വേണ്ടിയും മരിച്ചുപോയ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും അമ്മോശാക്ക, അമ്മായിമ്മ, എല്ലാവർക്കും വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.